കഴിഞ്ഞ എപ്പിസോഡിലെ അവസാനം മിസ്റ്റർ കിമ്മിനെ ഒരാൾ ഗൺ പോയിന്റിൽ നിർത്തുന്നതാണ് കാണിക്കുന്നത്. ഈ 4ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് 1997 ഉത്തര കൊറിയയിലെ നോർത്ത് ഹാങ്കോങ് പ്രവിശ്യയിലെ ഗുംഗാങ് അനാഥാലയത്തിൽ നിന്നാണ്. അവിടെ മേജർ റീയുങ് എന്ന സൈനിക ഉദ്യോഗസ്ഥൻ എത്തുന്നു. രാജ്യത്തിനായി ജീവൻ ത്യജിക്കാൻ തയ്യാറായ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. ആദ്യം മുന്നോട്ട് വരുന്നത് പാർക്ക് യോങ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. പിന്നീട് മറ്റു കുട്ടികളും സന്നദ്ധരാകുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂരമായ രീതിയിലാണ് നടക്കുന്നത്. കുട്ടികളെ തമ്മിൽ അടുപ്പിച്ച് അവസാനം ആര് വരുന്നുവോ അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ പോരാട്ടത്തിൽ വിജയിക്കുന്നത് പാർക്ക് യോങ്ങും പിന്നെ നമ്മുടെ മിസ്റ്റർ കിമ്മുമാണ്. അതിൽ പാർക്ക് യോങ്ങിൻ്റെ നമ്പർ 66 മിസ്റ്റർ കിമ്മിൻ്റെ നമ്പർ 73 എന്നാണ്. പിന്നെ ഇവരെ രഹസ്യ പരിശീലന ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സ്വന്തം പേര് പോലും മറക്കേണ്ടി വരും. ഇനി അവർക്ക് പേരില്ല, നമ്പറുകൾ മാത്രം. ദിവസവും കഠിന പരിശീലനവും ക്രൂരമർദ്ദനവും സഹിച്ചാണ് അവർ വളരുന്നത്. അതിനിടയ്ക്ക് ഒരു ബോയിനെ ആ സൈനിക ഉദ്യോഗസ്ഥൻ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്തോ കണ്ട് ഭയന്ന് നിലവിളത്തതിനാലാണ് ആ ബോയിനെ അവൻ വെടിവെച്ച് കൊല്ലുന്നത്. എന്തെന്ന് വെച്ചാൽ ഭയമുള്ളവരാരും ആ ഗ്രൂപ്പിൽ വേണ്ട എന്നാണ് ആ സൈനിക ഉദ്യോഗസ്ഥൻ്റെ നിലപാട്. ഇങ്ങനെ കഠിന പരിശീലനവും ക്രൂരമർദ്ദനവും സഹിച്ച് അവർ അവിടെ വളരുന്നു. ലക്ഷ്യം ഒന്ന് മാത്രം, ദക്ഷിണ കൊറിയയിലേക്ക് നുഴഞ്ഞു കയറി രഹസ്യ ദൗത്യങ്ങൾ നടത്താൻ കഴിയുന്ന മികച്ച ഏജന്റുമാരാകുക. വർഷങ്ങൾക്ക് ശേഷം നമ്പർ 66 നമ്പർ 73 ഏറ്റവും മികച്ച ഏജന്റുമാരായി മാറുന്നു. ഇതിനിടയിൽ ദക്ഷിണ കൊറിയയിലേക്കുള്ള ഒരു രഹസ്യ മിഷനിൽ സ്ഫോടനം നടക്കുന്നു. 66 മരിച്ചതായി എല്ലാവരും കരുതുന്നു. 73 ആകട്ടെ നമ്മുടെ മിസ്റ്റർ കിമ്മാണ്. അയാൾ മാത്രം രക്ഷപ്പെടുന്നു. തുടർന്ന് ഉത്തര കൊറിയ മിസ്റ്റർ കിമ്മിനെ, അതായത് കോഡ് നെയിം 73-നെ 66-നെ കൊന്ന് ഒളിച്ചോടിയ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കോഡ് നെയിമായ 66 പാർക്ക് യോങ് ജീവനോടെ ഉണ്ടായിരുന്നു. അവന് തിരിച്ചു വരികയും പിന്നീട് മിസ്റ്റർ കിമ്മിൻ്റെ ശത്രുവാകുകയും ചെയ്യുന്നു. കോഡ് നെയിം 66-ൻ്റെ ബാല്യകാലവും ഇവിടെ കാണിക്കുന്നു. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവനൊരു ഇളയ സഹോദരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഗാങ് സിയോങ് എന്നായിരുന്നു. ഇനി കഥ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് എത്തുന്നു. മിസ്റ്റർ കിമ്മും ഹാൻസും കോഡ് നെയിം 66 എന്ന പാർക്കും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് രഹസ്യ ഏജൻ്റായ ലേഡിയും ആ ഡ്രൈ ക്ലീനിങ് ഉടമയായ ഏജൻറ്റും അങ്ങോട്ട് വരുന്നത്. അവർ അവിടേക്ക് വന്ന് കോഡ് നെയിം 66-നെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. ആ ടൈമിൽ പാർക്ക് കിമ്മിനോടും ഹാൻസുവിനോടും അവർ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മിസ്റ്റർ കിം തൻ്റെ മകളെ ആരെ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണെന്നും മകളെ ആദ്യം കണ്ടെത്താൻ തനിക്ക് സമയം വേണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തൻ്റെ മകളെ കാണാനില്ലെന്ന് മിസ്റ്റർ കിം പറഞ്ഞതോടുകൂടി ആ ഡ്രൈ ക്ലീനിങ് ഉടമ മിസ്റ്റർ കിമ്മിനെ അവിടെ നിന്ന് പോകാൻ ഒരു മനസ്സുകൊണ്ടൊരു അനുവാദം നൽകി. ഈ ടൈമിൽ മിസ്റ്റർ കിം അവിടെ നിന്ന് കടക്കുകയും ഹാൻസും, അതായത് നമ്മുടെ തായ്ക്കൊണ്ട അധ്യാപകനും അയാളുടെ പിറകെ പോവുകയും ചെയ്യുന്നു. ഈ ടൈമിൽ അവിടെ ആ ലേഡിയും ഡ്രൈ ക്ലീനിങ് ഉടമയും കോഡ് നെയിം 66-ഉം തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ ഇവരെയെല്ലാം ആക്രമിച്ച് കോഡ് നെയിം 66-ഉം മിസ്റ്റർ കിമ്മിൻ്റെയും ഹാൻസുവിൻ്റെയും പുറകെ പോകുന്നു. മിസ്റ്റർ കിമ്മും ഹാൻസും കോഡ് നെയിം 66-ഉം ഏറ്റുമുട്ടുമ്പോൾ മിസ്റ്റർ കിമ്മിന് വെടിയേൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബങ്കറിലെത്തിയ ശേഷം മിസ്റ്റർ കിം തൻ്റെ വെടിയേറ്റ മുറിവ് ഇവർ പോകുന്ന വഴിയിൽ ഇവരുടെ ഫ്രണ്ടായ ആ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പാർക്ക് ജിൻചോൾ കൂടി ചേരുന്നു. സംസാരവും പെരുമാറ്റവും അല്പം തമാശ നിറഞ്ഞ കഥാപാത്രമാണെങ്കിൽ പോരാട്ടത്തിൽ വളരെ കഴിവുള്ള ആളാണ് പാർക്ക് ജിൻചോൾ. മൂവരും ചേർന്ന് ഹോസൻ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ മിൻജിയുടെ ഫോൺ കണ്ടെത്തിയ ആ ഹോംലെസ് പേഴ്സണെ കണ്ടെത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിൻജിയുടെ ഫോൺ ഒരു ഹോംലെസ് പേഴ്സണാണ് അവർക്ക് ആ വില്ലൻ്റെ ഗ്യാങ്ങിന് കൊടുത്തത് എന്ന്. അങ്ങനെ ആ ഹോംലെസ് പേഴ്സണെ കണ്ടെത്തുന്നു. അയാൾ പറയുന്നത് ഒരു വെള്ള BMW കാറിൽ വന്ന ഗോൾഡൻ ടീത്ത് ഗ്യാങ്ങിലെ ഒരാൾ ഒരു കവർ അവിടേക്ക് എറിയുന്നു. ആ കവറിൽ എന്തെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണമാണോ എന്ന് തിരഞ്ഞപ്പോൾ കുറച്ച് സാൻഡ്വിച്ചും അതിലൊരു ഫോണും കണ്ടു. ആ ഫോൺ പിന്നീട് വേറൊരു ഗ്യാങ് വന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ മിസ്റ്റർ കിം ആ ഹോംലെസ് പേഴ്സണോട് ചോദിക്കുന്നുണ്ട് അവരെക്കുറിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് അയാൾ വെള്ള BMW കാറാണെന്നും അതിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യൻ നല്ല തടിയും അയാളുടെ തലമുടി ബാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നും പറയുന്നത്. ഇതിനിടെ ആ വെള്ള BMW ഒരു തുറമുഖത്തേക്ക് പോകുന്നതും കാണിക്കുന്നു. അതേ രാത്രി വലിയ കൊടുങ്കാറ്റുണ്ടാകുമെന്ന് മുന്നറിയിപ്പും ലഭിക്കുന്നു. ബങ്കറിൽ നിന്ന് നിരീക്ഷണം നടത്തിയ കിം ഗോൾഡൻ ടീത്ത് ഗ്യാങ്ങിലെ ആളുടെ പേര് കിം സാങ്മാൻ ആണെന്ന് മിസ്റ്റർ കിം കണ്ടെത്തുന്നു. ഇപ്പോൾ കഥ 2009-ലേക്ക് മാറുന്നു. ഗോൾഡൻ ടീത്തിൻ്റെ യഥാർത്ഥ പേര് ജംഗ്ഡേ എന്നാണ്. അന്നവൻ ആ ഗ്യാങ്ങിലെ ഒരു അംഗമായിരുന്നു. ആ സിറ്റിയിലെ കെട്ടിടങ്ങളെല്ലാം പുനർനിർമ്മിക്കണമായിരുന്നു. പക്ഷേ ആ പദ്ധതിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെ പ്രതിഷേധിച്ചവരെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ജോലി. ഒരു ദിവസം സ്വന്തം ബോസ് തന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഈ ഗോൾഡൻ ടീത്തിനെ തള്ളിയിടുന്നു. അതിലൂടെ കെട്ടിടം
അപകടകരമാണെന്ന് കാണിച്ച് പുനർനിർമ്മാണത്തിന് അനുമതി നേടാനായിരുന്നു പദ്ധതി. അത്ഭുതകരമായി ജീവനോടെ രക്ഷപ്പെട്ട ജംഗ്ഡെ പിന്നീട് തൻ്റെ ബോസിനെ കൊന്ന് ഗ്യാങ്ങിൻ്റെ നേതാവാകുന്നു. മരിക്കുന്നതിന് മുമ്പ് ബോസ് പറയുന്നത് ഇതെല്ലാം ചെയ്യാൻ ഉത്തരവിട്ടത് മിസ്റ്റർ ജൂ ആണെന്നാണ്, അതായത് നമ്മുടെ ഹേരിയുടെ അച്ഛൻ. ഇത് കേട്ട ജംഗ്ഡെ മിസ്റ്റർ ജൂവിനെ കാണാൻ പോകുന്നു. ഇരുവരുടെയും ആളുകൾ തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നു. അവസാനം മിസ്റ്റർ ജൂ നേരിട്ട് ജംഗ്ഡയെ നേരിടുന്നു. അത്യന്തം ക്രൂരമായി അയാളുടെ താടി കത്തികൊണ്ട് മിസ്റ്റർ ജൂ കീറുന്നു. അതിനുശേഷം അയാളുടെ സെക്രട്ടറിയെ കൊണ്ട് ജംഗ്ഡയുടെ വായിൽ ചൂടുള്ള ഉരുളക്കിഴങ്ങുകൾ കുത്തിനിറയ്ക്കുന്നു. ജീവൻ രക്ഷിക്കണമെന്ന് ജംഗ്ഡെ യാചിക്കുന്നു. പിന്നീട് അയാളുടെ പല്ലും ഓരോന്നായി മിസ്റ്റർ ജൂവിൻ്റെ ആളുകൾ പിഴുതെടുക്കുന്നു. പിന്നീട് മിസ്റ്റർ ജൂവിനോട് കേണപേക്ഷിച്ച് ജംഗ്ഡെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം സ്വർണ്ണ പല്ലുകൾ ജംഗ്ഡെ വയ്ക്കുന്നു. അങ്ങനെയാണ് അയാൾ ഗോൾഡൻ ടീത്ത് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിനിടെ മിഞ്ചിയെ മരിച്ചെന്ന് കരുതി ചാക്കിലാക്കി തുറമുഖത്തിലെ കോൾഡ് സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ഇവിടെ വേറൊരു ക്യാരക്ടറിനെ കാണിക്കുന്നു, മോൾ ക്രിക്കറ്റ് മിസ്റ്റർ. ഈ എപ്പിസോഡിലൂടെയാണ് മോൾ ക്രിക്കറ്റ് എന്ന പുതിയ കഥാപാത്രത്തെ കാണിക്കുന്നത്. മോൾ ക്രിക്കറ്റ് എന്നത് അയാളുടെ യഥാർത്ഥ പേരല്ല, ഒരു കോഡ് നെയിമാണ്. ഉത്തര കൊറിയയുമായി ബന്ധമുള്ള അതീവ അപകടകാരിയായ രഹസ്യ ഓപ്പറേറ്റീവും പരിശീലനം നേടിയ കൊലയാളിയുമാണ് ഇയാൾ. മിസ്റ്റർ കിമ്മിനെ ഇല്ലാതാക്കുക എന്നതാണ് ഇയാളുടെ പ്രധാന ദൗത്യം. അയാൾ കിമ്മിൻ്റെ കാർ ബോംബ് വെച്ച് പൊട്ടിക്കുന്നു. കിമ്മും പാർജിൻ ജിയോളും ഹാൻസും ആ കാറിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ ടൈമിൽ മിസ്റ്റർ മോളും ഹാൻസും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. ഇവരിങ്ങനെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ മോളിൻ്റെ കാറിൽ മിസ്റ്റർ കിം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവസാനം മോൾ ക്രിക്കറ്റ് വെള്ളത്തിലേക്ക് ചാടുകയും ഹാൻസും പിന്നാലെ പോകുകയും ചെയ്യുന്നു. ആ ടൈം സൗത്ത് കൊറിയയുടെ SMD ഏജൻറ്റുമാർ സ്ഥലത്തെത്തുന്നു. ഇവരുടെ ലക്ഷ്യം മിസ്റ്റർ കിമ്മിനെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ കിമ്മിൻ്റെ ഫ്രണ്ടായ ആ സൈനിക ഉദ്യോഗസ്ഥനായ ജിൻചോൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അവരെ നേരിട്ട് തടയുന്നു. മറുവശത്ത് കോൾഡ് സ്റ്റോറേജിനുള്ളിൽ മിൻജി ജീവനോടെയുണ്ടെന്ന് മനസ്സിലാകുന്നു. അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഗോൾഡൻ ടീത്ത് മിൻജിയുടെ മൃതദേഹത്തിൻ്റെ ചിത്രം എടുക്കാൻ എത്തുന്നു. ഇതിനിടയിൽ മിസ്റ്റർ ജൂവിൻ്റെ സെക്രട്ടറി മിസ്റ്റർ നാമുമായി 2 ബില്യൺ വോൺ ആവശ്യപ്പെട്ട് ഒരു കരാർ നടത്താൻ ഈ ഗോൾഡൻ ടീത്തിൻ്റെ തലവൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ തൻ്റെ സെക്രട്ടറിയിൽ നിന്ന് തൻ്റെ മകൾ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ മിസ്റ്റർ ജൂ അവളോട് സംസാരിക്കാൻ എത്തുന്നു. ഹേരിയോട് സംസാരിക്കുമ്പോഴും അവൾ മിൻജിയാണ് കുറ്റക്കാരിയെന്ന് വിശ്വസിക്കുന്നത്. ഈ ഹേരിയെ മിൻജി ബുള്ളി ചെയ്തുവെന്നും കുറേ റാഗിങ് ചെയ്തുവെന്നും അവൾ തൻ്റെ അച്ഛനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. തുടർന്ന് തൻ്റെ മകൾ പറഞ്ഞത് വിശ്വസിച്ച മിസ്റ്റർ ജൂ തൻ്റെ സെക്രട്ടറിയോട് മിൻജിയെ ഗോൾഡൻ ടീത്ത് കൊന്നതുപോലെ തെളിവുകൾ ഒരുക്കാൻ നിർദ്ദേശിക്കുന്നു. ഒരാളെ കൊല്ലുന്നതിന് തൻ്റെ അച്ഛൻ്റെ സഹായം എന്തുകൊണ്ട് അവൾ ചോദിച്ചില്ല എന്ന് മിസ്റ്റർ ഹേരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ദുഷ്ടനായ മിസ്റ്റർ ജൂ സംസാരിക്കുന്നത്. അതേസമയം മിസ്റ്റർ കിം തുറമുഖത്തെത്തി വെള്ള BMW കാർ കണ്ടെത്തുന്നു. ഗോൾഡൻ ടീത്തിൻ്റെ ആളുകളെ കണ്ട മിസ്റ്റർ കിം മകളെക്കുറിച്ച് ചോദിക്കുന്നു. അവർ മറുപടി പറയാത്തതോടെ എല്ലാവരെയും ഒറ്റയ്ക്ക് നേരിട്ട് തകർക്കുന്നു. അതേസമയം കോൾഡ് സ്റ്റോറേജിനുള്ളിൽ മിൻജി തണുപ്പിൽ ബോധം നഷ്ടപ്പെടാതെ പുറത്തു കിടക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം ഗോൾഡൻ ടീത്ത് മിസ്റ്റർ ജൂവിനോട് 2 ബില്യൺ വോൺ ആവശ്യപ്പെടുകയും ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുകയും ചെയ്യുന്നു. ഗോൾഡൻ ടീത്ത് തലവൻ അങ്ങനെ സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ കോൾഡ് സ്റ്റോറേജിൻ്റെ ഡോർ പതുക്കെ തുറക്കുന്നത് പോലെ കാണുന്നത്. മിൻജി ഡോർ തുറന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമമായിരുന്നു അത് ആ ഗോൾഡൻ ടീത്ത് കാണുന്നു. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിൻജി കോൾഡ് സ്റ്റോറേജിൽ നിന്ന് രക്ഷപ്പെടുമോ? ഈ ഒരു സസ്പെൻസോടുകൂടിയാണ് എപ്പിസോഡ് 4 അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യണേ. ഇനിയും ഇത്തരം K-ഡ്രാമ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.